കോഴിക്കോട് തെങ്ങലക്കടവ് പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കനത്ത മഴയിൽ വലിയ വെള്ളപ്പൊക്കമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രദേശത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളാണ് ഈ ഭാഗത്തൊക്കെ തന്നെയുള്ളത്. ഈ റോഡ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ ഒരു തോണി ഇറക്കിക്കൊണ്ട് ആളുകളുടെയും ഈ വൃദ്ധരായ ആളുകളെയും മറ്റും വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എല്ലാ വട്ടവും ഉണ്ടാകുന്ന ഒരു കാരണം കാലവർഷം വന്നാൽ ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിലാകുന്ന ഒരു ഏരിയയാണ് മാവൂർ പഞ്ചായത്തിൽ. ഏറ്റവും കൂടുതൽ താഴ്ന്ന പ്രദേശം തെങ്ങിലക്കടവ് എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ വെള്ളം വീടുകളിലേക്ക് ഇന്നലെ കയറി തുടങ്ങി. ഇപ്പം നൂറുകണക്കിന് ആളുകളെ ഇപ്പം അവിടെ നിന്ന് മാറ്റുന്ന സ്ഥിതിയാണ്. സാധനങ്ങൾ മാറ്റുകയാണ്. ഇപ്പോൾ ഒരു ആടിനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കുറ്റിക്കടവ് കണ്ണിപ്പറമ്പ് അതിലൊക്കെ ഏതാണ്ട് റോഡുകൾ മുങ്ങി. പറമ്പ് റോഡാണ് കണ്ണിപ്പറമ്പ് കുറ്റിക്കടവ്, അതെ, തെങ്ങിലക്കടവ് നേരെ പോകുന്ന കണ്ണിപ്പറമ്പ്. പിന്നെ കുറ്റിക്കടവ് പ്രദേശങ്ങളും മുങ്ങിയിരിക്കുകയാണ്. പിന്നെ ഊർക്കടവ് റോഡും അവിടെ ഏതാണ് മുങ്ങി വെള്ളം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര വീടുകൾ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിലായി? അവിടെ ഏകദേശം ഒരു 19 വീടിൻ്റെ മേലെ അവിടെ ഇപ്പോൾ ഏതാണ്ട് വെള്ളത്തിലായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഭാഗത്തും ഇപ്പം വീടുകൾ ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവിടേക്ക് വെള്ളം കയറി. ഇപ്പം മുറ്റത്താണ് വെള്ളമുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വീട്ടിനകത്തേക്ക് കയറും. വലിയ പ്രതിസന്ധിയാണ്. ആളുകളെ എങ്ങോട്ടാണ് മാറ്റുന്നത്? ആളുകളിപ്പം സ്കൂളുകൾ ക്യാമ്പ് തുടങ്ങാൻ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ക്യാമ്പ് തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് മാറ്റേണ്ടി വരും. കാരണം ആളുകളൊക്കെ പോകണമെങ്കിൽ വേറെ കുടുംബ വീട്ടിലൊക്കെ പോകുന്ന പരിമിതിയുണ്ട്. എത്രയും പെട്ടെന്ന് ക്യാമ്പുകൾ മാറേണ്ടി വരും. നിലവിലെ സ്ഥിതി ഈ സ്ഥിതി നിലവിൽ തുടരുകയാണെങ്കിൽ വലിയ രൂക്ഷമായ പ്രതിസന്ധി, അല്ലെങ്കിൽ ആളുകളൊക്കെ തന്നെ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകളെ ഇപ്പോൾ നിലവിൽ 80ഓളം വീടുകളിലേക്ക് വെള്ളം കയറി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരെയൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഇത്തവണ കുറച്ച് കൂടുതൽ രൂക്ഷമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഭാഗത്തേക്കുള്ള. അതായത് ഇവിടെ നിന്നും ഈ തെങ്ങിലക്കടവിൽ നിന്നും ഉള്ള നിലവിലുള്ള റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ച നിലയിലാണ്. ആളുകൾക്കൊക്കെ ഒന്നും തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സമീപത്തെ കടകളിലേക്കും മറ്റുമൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും അടച്ചിടേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നിലവിൽ ആളുകളുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നിന്നും ആളുകളെ മാറ്റാനും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ തന്നെ വീട്ടിലും മറ്റു ഈ പ്രദേശത്തുള്ള വീടുകളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ തന്നെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതി നിലവിലെ ഈ മഴ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ രൂക്ഷമായ സ്ഥിതിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പ് തുറന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുണ്ടാകണമെന്ന ഒരു ആവശ്യം കൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറമാൻ അനുരൂപിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.